കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്തയുമായ അഭിമന്യ ദിയസ്കോറസ് തിരുമേനി, ബഹുമാനനായ തോമസ് കുര്യനച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, പ്രവാസികളായ പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച അഭിമന്യ തിരുമേനിയോടും അതിന് കാരണക്കാരനായ തോമസ് കുര്യനച്ചനോടുമുള്ള നന്ദിയും കടപ്പാടും വളരെ വിനയത്തോടെ, അതിലേറെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകമായ കരുതലും വാത്സല്യവും അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദര സഭയിലെ എളിയ വിശ്വാസിയാണ് ഞാൻ. അഭിമന്യ ബാവ തിരുമേനിയും അഭിമന്യ ദിയസ്കോറസ് തിരുമേനിയും എന്നോട് കാണിക്കുന്ന പ്രത്യേകമായ സ്നേഹം എപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയും ആയതിന് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യുന്നതാണ് എൻ്റെ ജീവിതശൈലി. ഒരിക്കൽ കൂടി അഭിമന്യ തിരുമനസിനോടുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സംഗമത്തിനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു ഭദ്രാസനത്തിൽ, ഒരു സഭയിൽ ധാരാളം പരിപാടികൾ നടക്കാറുണ്ട്. അതൊക്കെ തന്നെ പലപ്പോഴും പതിവ് പരിപാടികളുടെ ആവർത്തനവും ആയിരിക്കും. എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയിലാണ് ഞാനും നിങ്ങളും അഭിമന്യ തിരുമേനിക്കൊപ്പം പങ്കെടുക്കുന്നത്. ആ വ്യത്യസ്തതയുടെ കാരണം ദൂരെ പോയി പാർത്ത മക്കളെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ പോലെ സ്നേഹത്തോടെ നിങ്ങളെ കാത്തിരിക്കുന്ന സഭാ അധ്യക്ഷനോട് ചേർന്നാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്നതാണ്. ജോലി സംബന്ധമായി നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഭൂഖണ്ഡങ്ങളിലായിരിക്കും, രാജ്യങ്ങളിലായിരിക്കും ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ തിരികെ വരുന്നത് കാത്ത് നിങ്ങളുടെ ആത്മീയ അധ്യക്ഷൻ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങളെ സ്വീകരിക്കുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുവാൻ. അതാണ് ഈ പരിപാടിയുടെ വ്യതിരക്തത എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. നാം പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായം 2-ാമത് വാക്യത്തിൽ പത്രോസ് ആദിമ ക്രൈസ്തവരെ വിളിച്ച അല്ലെങ്കിൽ വിശേഷിപ്പിച്ച ഒരു വിശേഷണമുണ്ട്. ആദിമ ക്രൈസ്തവരെ പത്രോസ് വിളിച്ചത് ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്നാണ്. ചിതറിപ്പാർക്കുന്ന പരദേശികൾ അല്ലെങ്കിൽ ചിതറിപ്പാർക്കുന്ന പ്രവാസികൾ എന്നാണ്. ഏതാണ്ട് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഓൺലൈനായും ഓഫ്ലൈനായും ഒരുമിച്ച് ചേരുന്ന മനോഹരമായ ഒരു അവസരമാണ് ഇത്. മലയാളിയെ സംബന്ധിച്ച് പ്രവാസ ജീവിതം അവന് പുതുമയുള്ളതൊന്നുമല്ല, ഒട്ടും പുതുമയുള്ളതല്ല. അതിന് കാരണം അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുമൊക്കെ അവരുടെ വാതിൽ നമുക്കായി തുറക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ മലയാളി ബർമയിലേക്കും ശ്രീലങ്കയിലേക്കും മലേഷ്യയിലേക്കും പ്രവാസിയായി യാത്ര തിരിച്ചിരുന്നു. അതുപോലെ തന്നെ
ഇന്ത്യയിലെ മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും മലയാളി കുടിയേറുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളിക്ക് പ്രവാസ ജീവിതം പുതുമയുള്ളതല്ല എന്ന്. മലയാളിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ സാഹചര്യവുമായി വളരെ എളുപ്പത്തിൽ പൊരുത്തപ്പെടുവാനുള്ള ഒരു വലിയ മെയ്വണക്കം മലയാളിക്കുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കുന്ന കാര്യമാണ്. ഏത് രാജ്യത്ത് പോയാലും, അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായാലും ശരി, യൂറോപ്യൻ രാജ്യങ്ങളായാലും ശരി, അമേരിക്കയിലാണെങ്കിലും ശരി, എവിടെ ചെന്നാലും ആ രാജ്യത്തെ സംവിധാനങ്ങളോട് ഇണങ്ങിപ്പോകുന്ന ഒരു ജീവിതശൈലിയും സ്വീകരിക്കുവാൻ മലയാളിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് രാജ്യത്ത് ചെന്നാലും മലയാളിക്ക് ഒരു സ്വീകാര്യതയുള്ളത്, അതിലുപരി അംഗീകാരമുള്ളത്. നിങ്ങളതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുൻപായി ചില കണക്കുകൾ നിങ്ങളുടെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആധാരമാക്കിയിരിക്കുന്നത് ഏറ്റവും അവസാനമായി കേരളത്തിൽ നടന്ന മൈഗ്രേഷൻ സർവേയാണ്. 2023 അത് നടന്നത്, മൈഗ്രേഷൻ സർവേ. ആ സർവേയിലെ കണക്കനുസരിച്ച് 22 ലക്ഷം മലയാളികൾ പല വിദേശ രാജ്യങ്ങളിലുമായി ജോലി ചെയ്യുന്നുണ്ട്. 22 ലക്ഷം മലയാളികൾ പ്രവാസികളായി പല വിദേശ രാജ്യങ്ങളിലും ജോലിയിലായിരിക്കുന്നു. 30 ലക്ഷം മലയാളികൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുമായിട്ടുണ്ട്. അപ്പം കണക്ക് കൂട്ടി നോക്കണം. 22 ലക്ഷം പേര് വിദേശ രാജ്യങ്ങളിൽ, 30 ലക്ഷം പേര് ഇന്ത്യയുടെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ. വിദേശത്തുള്ള മലയാളികൾ 90% GCC രാജ്യങ്ങളിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അന്നം തരുന്ന ഒരു സംവിധാനമാണ് GCC എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇന്ത്യയുടെ കണക്കെടുത്താൽ 1.8 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ പ്രവാസികളായിട്ടുള്ളത്. ഇന്ത്യയുടെ കണക്കാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 1.3% മാത്രം. ഇന്ത്യൻ ജനസംഖ്യയുടെ 1.3% പേര് പ്രവാസികളാണ്. മറ്റൊരു കണക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. കണക്ക് പറയാനല്ല നിൽക്കുന്നത് എന്നെനിക്കറിയുകയും ചെയ്യാം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ശാസ്ത്രീയമായി പഠനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. തിരുവനന്തപുരത്താണ് ആസ്ഥാനം. അവരുടെ ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ 197 രാജ്യങ്ങളിൽ 183 മലയാളികളുണ്ട്. ലോകത്തിലാകെ 197 രാജ്യങ്ങളാണുള്ളത്, UNOയിൽ അംഗമല്ലാത്തതോടെ കൂട്ടി. അതിൽ 183 രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. രാജ്യത്തെ NRI നിക്ഷേപത്തിൽ കേരളത്തിൻ്റെ സംഭാവന 23% എന്ന് പറഞ്ഞാൽ നിങ്ങളാരും മോശക്കാരല്ല എന്നർത്ഥം. ഇന്ത്യയുടെ NRI നിക്ഷേപത്തിൻ്റെ 23% കേരളത്തിൻ്റെ സംഭാവനയാണ്. അതും നമ്മൾ ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ 2.76% മാത്രമാണ് മലയാളികൾ. അവരാണ് 23% NRI നിക്ഷേപം ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുന്നത്. കണക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ കണക്കെടുത്താൽ, ഉദാഹരണമായി കുവൈറ്റിൻ്റെ കണക്കെടുക്കാം. ഏറ്റവും അവസാനത്തെ കണക്കാണ്. കുവൈറ്റിലെ ജനസംഖ്യയുടെ, ഒരു രാജ്യത്തിൻ്റെ കണക്കാണ്, കുവൈറ്റിലെ ജനസംഖ്യയുടെ 21% പേരും മലയാളികളാണ്. 21% പേരും മലയാളികളാണ്. ഏതാണ്ട് 10 ലക്ഷം മലയാളികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവസാനത്തെ കണക്ക്. കുവൈറ്റിലെ ജോലിക്കാരിൽ 30% പേരും മലയാളികളാണ്. മറ്റൊരു രസകരമായ വായനയിൽ ഞാൻ കണ്ടെത്തിയത്, കേരളത്തിൻ്റെ മറ്റൊരു ജില്ലയായി ഗൾഫ് രാജ്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമുക്ക് 14 ജില്ലകളുണ്ട്. നമ്മുടെ 15ാമത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഗൾഫ് രാജ്യങ്ങളാണ് നമ്മുടെ 15ാമത്തെ ജില്ല. ഞാനിതെല്ലാം
പറയാൻ ശ്രമിച്ചതിൻ്റെ കാരണം, എത്ര വൈവിധ്യമാണ് നമ്മുടെ പ്രവാസ ജീവിതമെന്ന് സൂചിപ്പിക്കുവാനും, എത്ര മലയാളികൾ പ്രവാസ രാജ്യങ്ങളിലുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊരു ചിന്ത ഇട്ടു തരുവാനും മാത്രമാണ്. ഞാൻ ഇനി കണക്കിലേക്ക് പോവില്ല എന്ന് ഉറപ്പ് നൽകട്ടെ. ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രവാസ ജീവിതം അവന് ഒരു പുത്തരിയുമല്ല, അവനൊരു പുതിയ അനുഭവമല്ല പ്രവാസ ജീവിതമെന്ന് പറയുന്നത്. കാരണം അവൻ്റെ വിശ്വാസ വഴികളിലും ആത്മീയ വഴികളിലും അവൻ പ്രവാസത്തെക്കുറിച്ച് എത്രയോ കാലം മുൻപ് തന്നെ കേട്ടിരിക്കുന്നു, അവൻ വായിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളിൽ, ആദ്യത്തെ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്തും, പഴയ നിയമഭാഗത്തും പുതിയ നിയമഭാഗത്തും പ്രവാസത്തെക്കുറിച്ചുള്ള, പ്രവാസ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് പ്രവാസ ജീവിതം പുതുമയുള്ള ഒരു കാര്യമല്ല, അനുഭവമല്ല എന്ന് പറഞ്ഞത്. പഴയ നിയമകാലത്തെക്കുറിച്ച് ഒരു സൂചന തന്നിട്ട് ഞാൻ മുൻപോട്ട് പോകാം. യൂദയായിലെയും ജെറുസലേമിലെയും ജനങ്ങൾ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ബാബിലോണിൽ പോയി താമസിക്കുവാൻ നിർബന്ധിക്കപ്പെട്ട കാലമാണ് ഇസ്രായേലിൻ്റെ പ്രവാസകാലം. അവർ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അവർ സ്വന്തം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് ബാബിലോണിൽ പോയി താമസിക്കേണ്ടതായി വരുന്നു. ചരിത്രം പറയുന്നത് 3 തവണ അവർക്ക് ഇപ്രകാരം ചെയ്യേണ്ടി വന്നു. അപ്പോൾ 3 പ്രവാസകാലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജോസഫും മേരിയും മകനുമൊത്ത് ഈജിപ്തിൽ പോയി താമസിച്ചതിനെ കുറിച്ച് വായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്തും പുതിയ ഭാഗത്തും, അല്ലെങ്കിൽ 2-ാമത്തെ ഭാഗത്തും, 2 ഭാഗങ്ങളിലും പ്രവാസത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പ്രവാസം നമ്മെ സംബന്ധിച്ച് പുത്തിരിയല്ല എന്ന് സൂചിപ്പിക്കട്ടെ. പഴയ നിയമകാലത്തെ ജനങ്ങൾ ബാബിലോണിയയിൽ പോയത് നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ, മലയാളി കടൽ കടന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് പല മലയാളികളും കടൽ കടന്നത്. ഒരു സ്ഥലത്ത് നിർബന്ധമുണ്ട്, ഇവിടെ ഒരു നിർബന്ധവുമില്ല. നമ്മൾ കടൽ കടന്നത് പച്ചപ്പ് തേടിപ്പോയതാണ്, ജോലി അന്വേഷിച്ച് പോയതാണ്, മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി അന്വേഷിച്ച് പോയതാണ്, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുപോയതാണ്, അന്വേഷിച്ച് പോയതാണ്. എന്തിന്? കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ നിർബന്ധത്താൽ കടൽ കടന്നവരാണ് മലയാളി. പക്ഷെ മലയാളിയുടെ പ്രവാസ ജീവിതത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മലയാളി കടൽ കടന്നത് കടൽ കടക്കുന്നു എന്നല്ല ധരിച്ചത്. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ ആവശ്യം, എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യം, എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യം, ഞാനുമായി ബന്ധത്തിലായിരിക്കുന്നവരുടെ ആവശ്യം, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാകുവാൻ വേണ്ടിയാണ് സ്വപ്നങ്ങൾ മുറുകെ പിടിച്ച്, ആഗ്രഹങ്ങൾ മുറുകെ പിടിച്ച് മലയാളി കടൽ കടന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ദുബായിക്കാരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മിസ്റ്റർ വർക്കി ആൻഡ് മിസ്സസ് വർക്കി കേട്ട് കാണും നിങ്ങൾ. വർക്കി അല്ലേ, ജെംസ് സ്കൂൾ നടത്തുന്ന, അവരുടെ ഇപ്പോൾ നടത്തുന്ന ആളിൻ്റെ അമ്മ. അമ്മച്ചി എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അതുകൊണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്ത് ദുബായി പോകുമ്പോൾ ഞാൻ അമ്മച്ചിയെ കാണാൻ വേണ്ടി അമ്മച്ചിയുടെ വീട്ടിൽ പോകുമായിരുന്നു. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അമ്മച്ചി അന്ന് കടൽ കടന്ന് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ജീവിത സാഹചര്യം, കറണ്ടില്ലാത്ത കാലത്താണ് അമ്മച്ചി ഗൾഫിൽ ചെല്ലുന്നത്, ഫ്രിഡ്ജില്ലാത്ത കാലത്താണ് അമ്മച്ചി അവിടെ ചെല്ലുന്നത്.
ഇറച്ചി ഉണക്കി ഉപയോഗിച്ചിരുന്ന കാലത്താണ് അമ്മച്ചി ദുബായി ചെല്ലുന്നത്. ഇങ്ങനെ വർത്തമാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അമ്മച്ചി പറഞ്ഞത്, നാട്ടിൽ നിന്നാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കടൽ കടന്നതാണ്. ഞാനതാണ് ചുരുക്കി സൂചിപ്പിച്ചത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ച് മലയാളി പ്രവാസിയായി മാറി. പക്ഷേ അവൻ കടൽ കടന്നപ്പോഴും മുറുകെ പിടിച്ചത് അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളുമായിരുന്നു, മെച്ചപ്പെട്ട ജീവിതശൈലിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന കുടിയേറ്റം, പ്രവാസ ജീവിതം തികച്ചും വ്യത്യസ്തമായതാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കടൽ കടക്കുന്നവരുടെ, പ്രവാസത്തിലേക്ക് നീങ്ങുന്നവരോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രവാസികളാകാൻ ആഗ്രഹിക്കുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറുപടികളാണ് ലഭിക്കുന്നത്. വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അവൻ പറയും, സാറിനറിയാമല്ലോ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംഭവം. ഉടനെയുള്ള മറുപടിയാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മളുടെ ആദ്യത്തെ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ചർച്ചാ വിഷയം, അവിടെ നടക്കുന്ന ഡിഗ്രി കോഴ്സിൻ്റെ ഗുണനിലവാരമല്ല, എത്രയും വേഗം പരീക്ഷ നടത്തി വേഗത്തിൽ റിസൾട്ട് കൊടുക്കുന്നതിനെ കുറിച്ചല്ല, ആ സർവകലാശാലയുടെ കീഴിലെ കോഴ്സുകൾ പഠിച്ചാൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇവിടെ എങ്ങനെ പഠിക്കും? ഇതാണ് ചോദ്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിയാൽ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം, വികസന സങ്കല്പങ്ങൾ തീരെയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം. ആര് ഭരിച്ചാലും ഒരു പരിധിക്കപ്പുറം കേരളം വളരില്ല എന്ന് ധരിച്ച് മനസ്സ് മടുത്തവർ രാജ്യം വിട്ടുപോകുന്നു. അവർ എണ്ണി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് നിഷേധിക്കാനൊന്നും സാധിക്കില്ല. അതിലുപരി മറ്റൊരു പ്രധാന കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. മറ്റു വിദേശ രാജ്യങ്ങൾ പോയി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം പുതിയ തലമുറയെ ആകർഷിക്കുകയാണ്. അതിരില്ലാത്ത സ്വാതന്ത്ര്യം. അവിടെ ഇവിടുത്തെ പോലെ ആരും ആരെയും ശ്രദ്ധിക്കാനില്ല, ആരും ആരെയും ചോദ്യം ചെയ്യാനില്ല. നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ എറണാകുളത്തൊന്ന് പോകുന്നത് നല്ലതാണ്. എറണാകുളം മറൈൻ ഡ്രൈവ് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മറൈൻ ഡ്രൈവിൽ വളരെ രസകരമായ ഒരു കാഴ്ച ഏത് ദിവസം ചെന്നാലും കാണാൻ പറ്റും. മറൈൻ ഡ്രൈവിൻ്റെ കായലിനോട് ചേർന്ന ഭാഗത്ത് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ മരങ്ങളുടെ ചുറ്റും ഇരിക്കാനുള്ള ബെഞ്ചും ക്രമീകരിച്ചിട്ടുണ്ട്. അല്ല, അവിടെ ഇരിക്കാം. രസകരമായ കാഴ്ച എന്ന് പറയുന്നത്, മഴയില്ലെങ്കിലും ശരി വെയിലില്ലെങ്കിലും ശരി അവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കുട പിടിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ പോകുമ്പോൾ കാണാം, ഇപ്പോഴും പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. കുടയ്ക്കകത്ത് ഒരാളല്ല, 2 പേരുണ്ട്. കുട മറയാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് എല്ലാവരും. മുഖം കാണത്തില്ല. നമ്മൾ നടന്നു പോയാൽ അവരുടെ മുഖം നമുക്ക് കാണാം. അത്രമാത്രം താഴ്ത്തിയാണ് കുട പിടിച്ചിരിക്കുന്നത്. വെയിലില്ല, മഴയില്ല, നല്ല തെളിഞ്ഞ പ്രഭാതമായിരിക്കും. എന്തിന്? കുട വാടകയ്ക്ക് കൊടുക്കാൻ വരെ അവിടെ സംവിധാനമുണ്ട് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ശ്രദ്ധിക്കുന്ന, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് സംശയത്തോടെ നോക്കുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ പുതിയ സാമൂഹ്യ സാംസ്കാരിക സ്വാതന്ത്ര്യം അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കുടിയേറുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അവിടെയൊന്നും മോറൽ പോലീസിങ് എന്ന് പറയുന്നൊരു പരിപാടിയില്ല. കുറേയൊക്കെ നമ്മൾ അവരുടെ രാജ്യത്തിന് നിയന്ത്രണം പാലിച്ചാണെങ്കിൽ കുറേയൊക്കെ പെർമിസീവ് സൊസൈറ്റിയാണ് പലതും. അതുകൊണ്ട് ഇത്തരം പ്രയോജനങ്ങൾ, ഇത്തരം കാഴ്ചപ്പാടുകൾ പുതിയ തലമുറയെ വിദേശ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നമ്മുടെ മക്കളെയൊന്നും നമ്മുടെ മക്കൾ എന്നല്ല വിളിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മക്കളെ വിളിക്കേണ്ട പേര് ആഗോള മക്കൾ എന്നാണ്, ഗ്ലോബലൈസ്ഡ് ചിൽഡ്രൻ. ഞാൻ ഓർക്കുന്നു, PTA മീറ്റിംഗ് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുക്കൽ വന്ന് മകളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. സ്കൂളിലാണ് സംഭവം. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ മുൻപിൽ നിർത്തിയിട്ട് അമ്മ എന്നോട് പറയുകയാണ്, സാറേ ഇതെൻ്റെ മകളല്ല. ഞാനാണ് എൻ്റെ സമാധാനം പറയേണ്ടത്. ഇതെൻ്റെ മകളല്ല.
അവൾ കർശനമായി പറയാം, ആ സ്ത്രീ കർശനമായി പറയും, ഇതെൻ്റെ മകളല്ല. കാരണം ആ സ്ത്രീ പറയുന്നത് ഇവളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, ഇവളുടെ സ്വഭാവ രീതികൾ വ്യത്യസ്തമാണ്, ഇവളുടെ സൗഹൃദങ്ങൾ വ്യത്യസ്തമാണ്, ഇവളുടെ ജീവിത ശൈലിയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമാണ്. നമ്മുടെ മക്കൾ ഗ്ലോബലൈസ്ഡ് ചിൽഡ്രനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറെ ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇന്നും ചിലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളെ വിഷയം. അതായത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു ആശയവിനിമയത്തിലുള്ള ഒരു വിടവ് എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷെ ഞാൻ എൻ്റെ വായന കൊണ്ടും എൻ്റെ അനുഭവം കൊണ്ടും കണ്ടെത്തിയത് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല മാതാപിതാക്കളും മക്കളും തമ്മിൽ. ഇന്നുള്ളത് കോണ്ടിനെൻ്റൽ ഗ്യാപ്പാണ്. കോണ്ടിനെൻ്റൽ ഗ്യാപ്പ്. നമ്മുടെ മക്കൾ വേറെ ഏതോ ഭൂഖണ്ഡത്തിലെ മക്കളായി നമുക്ക് തോന്നുന്നു. അതാണ് അമ്മ പറഞ്ഞത്. വേറെ ഏതോ ഭൂഖണ്ഡത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ജീവിത ശൈലിയും സ്വഭാവ രീതിയും ഒക്കെ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചല്ല, കോണ്ടിനെൻ്റൽ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കൾ സ്വാതന്ത്ര്യം കാംക്ഷിച്ച് അവർ കടൽ കടക്കുകയാണ്. അതാണ് പുതിയ പ്രവണത എന്ന് സൂചിപ്പിക്കട്ടെ. ഇപ്പോഴത്തെ പ്രവാസ ജീവിതത്തിൻ്റെ പിറകിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക കാരണങ്ങളും ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രവാസ ജീവിതം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാജ്യത്തിനും ധാരാളം നന്മകൾ പ്രദാനം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. നിങ്ങളിലൂടെ ഞങ്ങളും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത് എന്ന് ചെറുതായി ഒന്ന് അക്കമിട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം ഒരു സന്തോഷം വരട്ടെ എന്ന് കരുതിയാണ്. എന്താണ് നമുക്കുണ്ടായ വലിയ നേട്ടം? ഒന്നാമത്തത്, നമുക്കുണ്ടായ സാമ്പത്തിക അഭിവൃദ്ധി. അതാർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. ഏതൊരു ചെറിയ കുടുംബത്തിനാണെങ്കിൽ പോലും ഉണ്ടായ സാമ്പത്തിക അഭിവൃദ്ധി, പ്രവാസ ജീവിതത്തിലൂടെ നമുക്ക് കരഗതമായ സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായി. കേരളം പോലെ ഇത്തരം വൈവിധ്യമുള്ള വീടുകൾ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ ലോകം കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ? വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ വീടും ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? നിങ്ങൾ പറ, നിങ്ങളാണല്ലോ അതിനെയൊക്കെ കണ്ട ആൾക്കാർ നിങ്ങളാണ്. അത് ഏതാണ്ട് എല്ലാ വീടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചിമ്മിനി അപ്പുറത്താണോ ഇപ്പുറത്താണോ, ഇതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം. മലയാളിയോ? നമ്മൾ ചെയ്യുന്ന എന്താണ്? അസൂയയോടെ അല്ലേ? മറ്റവനേക്കാൾ വലുതായിരിക്കണം എൻ്റെ വീട് എന്നുള്ള നിർബന്ധത്താൽ നമ്മൾ വലിയ സൗധങ്ങൾ കെട്ടി ഉയർത്തുന്നു. കൂട്ടുകാരൻ സായിപ്പ് നാട്ടിൽ വന്ന് നാട്ടിലുള്ള കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അപ്പം ഇദ്ദേഹം വീട് കൊണ്ടു നടന്ന് കാണിക്കുകയാണ്. അപ്പോൾ സായിപ്പ് ഇദ്ദേഹത്തിനോട് ഇത് കമ്മ്യൂണിറ്റി ലിവിങ് ആണോ എന്ന് ചോദിച്ചു. കാരണം ഇത്രയും മുറികൾ എന്തിനാണ്? ഇത്രയും മുറികൾ, ഇത് കമ്മ്യൂണിറ്റി ലിവിങ് അല്ല, ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. ഞാൻ മറക്കാത്തൊരു അനുഭവം കൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഗൗരവമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഞാനും ഒരു സാറും കൂടി കാസർഗോഡിനടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് പോയി. രാജപുരം എന്ന് പറയുന്നത് ഈ ക്നാനായക്കാരുടെ കുടിയേറ്റ മേഖലയാണ്. സംഘടിതമായ കുടിയേറ്റം. 3000 കുടുംബങ്ങളെ കോട്ടയം ഉഴവൂർ ഭാഗത്തു നിന്ന് അവരവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ് ക്നാനായക്കാരെ. ക്നാനായ കാത്തലിക്സാണ് അവർ. അവിടെ കോളേജും സ്കൂളും എല്ലാം ഉണ്ട്. അവിടെ പ്രോഗ്രാമിന് പോയതാണ്. എൻ്റെ കൂടെ ഉള്ളതും ഒരു അധ്യാപകനാണ്, ഒരു കോളേജ് അധ്യാപകനാണ്. അദ്ദേഹം ഉഴവൂർ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉഴവൂർ കോളേജിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി, ഒരു ഗതിയില്ല, തീർത്തും നിർധനനായ ഒരു വിദ്യാർത്ഥി, അവന് ആഹാരവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ഈ സാറാണ് കൊടുത്തത്. അവൻ അമേരിക്കയിൽ പോയി വലിയ കാശുകാരനായി മാറി. അവിടെ കാസർഗോഡ് രാജപുരത്ത് ഒരു വലിയ വീട് വെച്ചു. അപ്പോൾ സാറ് ചെന്നു എന്നറിഞ്ഞപ്പോൾ അവനൊരാഗ്രഹം, സാറിനെ കൊണ്ട് വീടൊന്ന് കൊണ്ട് കാണിക്കണം. ഒന്ന് ക്ഷണിച്ചു. അപ്പോൾ എന്നെ ക്ഷണിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി വീട് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ 6 കിടപ്പ് മുറികളുണ്ട്.
ബെഡ്റൂംസ് 6 എണ്ണമാണ്. 6 എണ്ണവും അറ്റാച്ച്ഡ് ആണ്. മുറിയുടെ പകുതി വലിപ്പമുണ്ട് ടോയ്ലറ്റിന്. പിന്നെ വേറൊരു ടോയ്ലറ്റ് ഉണ്ട്, അത് ഗസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോന്നും അദ്ദേഹം കൊണ്ട് കാണിക്കുകയാണ്. സാറേ, ഇത് മാസ്റ്റർ ബെഡ്റൂം, ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഇത് മകൻ്റെ ബെഡ്റൂം ടോയ്ലറ്റ്, ഇത് ബെഡ്റൂം ടോയ്ലറ്റ്, ഇങ്ങനെ. അപ്പോൾ സാറ് വലിയ തമാശക്കാരനായിട്ട് ചോദിച്ചു, ഇതിനെല്ലാം കൂടെ ഉള്ള സ്റ്റോക്ക് ഇതിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇഷ്ടംപോലെ ടോയ്ലറ്റ് പണിത് കൂട്ടിയിരിക്കുകയാണ്. നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ സാമ്പത്തിക അഭിവൃദ്ധി വിവേകപൂർവം ചെലവഴിക്കുവാൻ നമുക്ക് സാധിച്ചോ എന്നുള്ളത് മറ്റൊരു ചോദ്യമായി നിലകൊള്ളുകയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സാംസ്കാരിക സമ്പന്നതയുണ്ടായി. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്നവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംഭാഷണത്തിലും എല്ലാം ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ആരെങ്കിലും നമ്മളെ ഫോൺ ചെയ്യുകയാണ്, നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പറയും ഇവൻ വിദേശത്തുനിന്ന് വന്ന ആളാണ്, അല്ലെ അറ്റ്ലീസ്റ്റ് പോയിട്ടെങ്കിലും ഉണ്ട് അവനവിടെ. ഇവിടെ പരിപാടിയൊന്നുമില്ല. ഹലോ തിരുമേനി എല്ലാം ചോദിച്ചങ്ങ് തുടങ്ങാണ്ട് വന്ന ഉടനെ തന്നെ. മറ്റേ അവിടെ അങ്ങനെയല്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ പറയും ശരിയാണോ, ആണോ, നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നവരല്ലേ, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നിങ്ങൾ എന്ത് പറയും? താങ്ക്സ് പറയാതെ നിങ്ങൾ പോവില്ല. ആ സംസ്കാരം നിങ്ങളെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. കാരണം നിങ്ങൾ മറ്റ് പല സംസ്കാരത്തിലുള്ളവരുമായി ഇടപഴകുന്നത് കൊണ്ട് ആ ജീവിതശൈലി നിങ്ങൾ പഠിച്ചെടുത്തതാണ്. വസ്ത്രധാരണമോ, ഏറ്റവും ഭംഗിയായി നിങ്ങൾ വസ്ത്രം ധരിക്കും. ശരിയാണോ തെറ്റാണോ? സാധാരണ നാട്ടിൻപുറത്ത് ഒരാൾ പാൻസ് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും അത്. അത് ഗൾഫിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ സംസാരത്തിലും പെരുമാറ്റത്തിലും നന്ദി പറയുന്ന കാര്യത്തിലുമൊക്കെ സാംസ്കാരിക പാഠങ്ങൾ നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചു. ഇവിടെ അത് കുറവാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് കുറവാണ്. നന്ദി പറയുന്ന ശീലം നമുക്ക് വളരെ കുറവാണ്. ഞാൻ എത്രയോ പേർക്ക് ഞാൻ കത്തയക്കുന്ന കാര്യത്തിൽ ഒരു മിടുക്കനാണ്. ഇക്കാലത്തും എത്രയോ പേർക്ക് ഞാൻ കത്തയക്കും, നന്ദി പറഞ്ഞുകൊണ്ട് കത്തയക്കും. എന്തിനു പറയണം, റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ കേരളത്തിൻ്റെ ധനമന്ത്രിക്ക് ഞാൻ കത്തയച്ചു, എനിക്ക് ഇത്രയും കാലം ശമ്പളം തന്നതിന്. ഇന്ത്യയിൽ കേരളത്തിൽ ഒരു മനുഷ്യൻ ചെയ്ത് കാണത്തില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, ഇതെല്ലാം ഒന്നിനും ഒരു മറുപടിയില്ല. അങ്ങനൊരു ഗുണമുണ്ട്. പക്ഷേ ഞാൻ ഈയിടെ മാർപ്പാപ്പായ്ക്ക് ഒരു കത്തയച്ചു, ഞങ്ങളുടെ മാർപ്പാപ്പായ്ക്ക്, മരിച്ചുപോയ മാർപ്പാപ്പായ്ക്ക്. ആ കത്ത് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. കാരണം നിങ്ങൾ അറിഞ്ഞു കാണും, ഞങ്ങളുടെ സഭയിൽ ഒരു വളരെ ചെറുപ്പക്കാരനായ ജോർജ് കൂവക്കാട് എന്ന് പറയുന്ന ആളിനെ കർദിനാളാക്കി, മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഈ കർദിനാൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ട് വളരെ അടുപ്പമാണ് കർദിനാളുമായി. അപ്പോൾ ഈ കർദിനാളിന് ഞാൻ വീട്ടിലൊരു വലിയ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. നമ്മുടെ തോമസ് കുന്നത്തിലൊക്കെ വന്നിരുന്നു. ഞാൻ ഈ കർദിനാളിൻ്റെ കയ്യിൽ മാർപ്പാപ്പയ്ക്ക് ഒരു കത്ത് കൊടുത്തു വിട്ടു, നന്ദി പറഞ്ഞുകൊണ്ട്. അത് ഇദ്ദേഹത്തെ കർദിനാളാക്കിയതിനല്ല, ഭാരതത്തോടുള്ള മാർപ്പാപ്പയുടെ സ്നേഹത്തിനും അതിൻ്റെ പ്രതീകമെന്നുള്ള നിലയിൽ കൂവക്കാട് അച്ഛനെ കർദിനാളാക്കിയതിനൊക്കെ നന്ദി പറഞ്ഞു. യു വോണ്ട് ബിലീവ്, ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി വന്നു, താങ്ക്സിന് നന്ദി പറഞ്ഞുകൊണ്ട്. മാർപ്പാപ്പ വരെ അയക്കും, നമ്മളോ? പക്ഷെ നിങ്ങൾ ചെയ്യും, നിങ്ങൾ പറയും. കാരണം അത് നിങ്ങളുടെ സാംസ്കാരിക പാഠമാണ്. സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടായി. രണ്ടാമതായി സാംസ്കാരിക പാഠങ്ങളും നിങ്ങൾ പഠിച്ചു. മൂന്നാമതായി വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. പ്രവാസ ജീവിതം നിങ്ങളെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം. സാധാരണഗതിയിൽ വിദേശ രാജ്യത്തുള്ളവരുടെ പഠിക്കുന്ന മക്കളൊക്കെ എവിടെ പഠിക്കുക? മിക്കവാറും വിദേശ രാജ്യങ്ങളിലാണ്. നിങ്ങളുടെ മക്കൾക്ക് അവിടുത്തെ സ്ഥാപനങ്ങൾ അറിയാം, അത് കണ്ടെത്താൻ അറിയാം, അവിടേക്ക് അയക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി മാതാപിതാക്കൾക്ക് പലർക്കുമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുവാൻ നിങ്ങൾക്ക് നിഷ്കർഷയുണ്ട്, നിഷ്ഠയുണ്ട്. അത് നിങ്ങളുടെ പ്രവാസ ജീവിതം നിങ്ങളെ പഠിപ്പിച്ചതാണ്. മറ്റൊരു കാര്യം വേരുകളോടുള്ള ആഭിമുഖ്യമാണ്, ഉറവിടത്തോടുള്ള ആഭിമുഖ്യം. ഇപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങളൊരു പ്രായമുള്ള ഒരു അപ്പച്ചനോട് വരുന്നത് കണ്ടു, തലമുടിയെല്ലാം നരച്ച് തിരുമേനിയോട് വന്ന് സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഒരു ഡോക്ടറാണെന്നാണ് തിരുമേനി പറഞ്ഞത്. ഇംഗ്ലണ്ടിൽ ഡോക്ടറാണ്. ഇംഗ്ലണ്ടിൽ ഡോക്ടറാണെങ്കിലും എല്ലാ അവധിക്കും അദ്ദേഹം ഇവിടെ വരും. പാമ്പാടി തിരുമേനിയെ കാണാൻ വേണ്ടി, അദ്ദേഹം കല്ലറ സന്ദർശിക്കാൻ വേണ്ടി വരും.
എല്ലാ അവധിക്കും ഒരു കൃത്യമായ സമയത്ത് എറമ്പാച്ചൻ്റെ എന്തോ ഒരു ബന്ധമാണെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തും. സഭയോടുള്ള കൂറ്, സഭാപിതാക്കന്മാരോടുള്ള കൂറ്, ഇടവകയോടുള്ള കൂറ്. തിരുമേനിയുടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്, എവിടെ വീട് മേടിക്കണം എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താ ആദ്യം അന്വേഷിക്കുന്നത്? തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടോന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്? ആണോ? തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ടോന്നാണ് അന്വേഷിക്കുന്നത്? അല്ല, അടുത്ത് പള്ളിയുണ്ടോ? അതാണ് ക്രൈസ്തവൻ. അടുത്ത് പള്ളിയുണ്ടോ? അത് നമ്മുടെ ഒരു അന്വേഷണമാണ്. കാരണം ആ വേരുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുവാനുള്ള മനസ്സ് പ്രവാസിക്ക് എപ്പോഴും ഉണ്ട്. അവൻ 5 പേരെ ഉള്ളൂ, തിരുമേനി പറഞ്ഞില്ല, 5 or 10 പേരെ ഉള്ളെങ്കിലും ശരി, അവന് കുർബാന വേണം, നിർബന്ധമാണ്. അവന് കുർബാന വേണം, അവന് കുർബാനയിൽ പങ്കെടുക്കണം. അവൻ കുർബാനയിൽ പങ്കെടുക്കുന്ന കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നടക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങ് പങ്കെടുക്കും. എന്നാൽ പ്രവാസികൾ കുർബാനയ്ക്ക് വരുന്നത് കാണണം. അവർ കല്യാണത്തിന് പോകുന്ന പോലെയാണ് കുർബാനയ്ക്ക് വരുന്നത്. ഒരുങ്ങി, ഏറ്റവും ഭംഗിയായി വസ്ത്രം ധരിച്ച്, മാനസികമായി ഒരുങ്ങി, ശാരീരികമായി ഒരുങ്ങി അവർ ആരാധനയിൽ പങ്കെടുക്കും. ഞാൻ ഇറ്റലിയിൽ പോയപ്പോൾ, തിരുമേനിയോടെ പഠിച്ചതാണല്ലോ, ഞങ്ങൾക്കവിടെ ഒരു ഇടവകയുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് ഇറ്റലിയിൽ ഒരു ഇടവകയുണ്ട്. ആ ഇടവകയിൽ കർദിനാളിന്, ഈ പുതിയ കർദിനാളിന് ഒരു സ്വീകരണം കൊടുത്തു. അപ്പോൾ അവരെന്നെ കൂടി ക്ഷണിച്ചിരുന്നു. ഞാനും അതിന് പോയി, ഇറ്റലിയിൽ പോയി. ആ ഇടവകയുണ്ട്, എല്ലാം മലയാളികളാണ്, വേറെ ആരുമില്ല, മലയാളികൾ മാത്രം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഇടവകയിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഈ മലയാളികളാണ്. അത് തൂക്കുന്നത്, അത് തുടയ്ക്കുന്നത്, ചുക്കിലി അടിക്കുന്നത്. എന്തിനു പറയണം, നമ്മളുടെ ഒരു സാധാരണ ഇടവകയിൽ, കേരളത്തിലുള്ളൊരു ഇടവകയിൽ ഒരു തിരുനാൾ നടന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഭംഗിയായി മുത്തുക്കുടകൾ അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടത് അവരത് ഭംഗിയാക്കും. ഈ സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇറ്റലിയിൽ മുത്തുക്കുട പിടിച്ച ആൾക്കാർ, ചെണ്ട കൊട്ടുന്ന ആൾക്കാർ എല്ലാം ഇടവകക്കാരാണ്. കാരണം നമ്മുടെ സുറിയാനി പാരമ്പര്യമനുസരിച്ച് വേരുകളോട് ബന്ധപ്പെടാതെ അവൻ ഒറ്റയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ പ്രവാസികളായി കഴിയുമ്പോൾ വേരുകളോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കും. അതൊരു നല്ല സൂചനയായി കണക്കാക്കുകയാണ്. 5-ാമതായി സാമൂഹ്യ സേവനവും സാമൂഹ്യ സേവന സന്നദ്ധതയും ശക്തമാകും. തിരുമേനി ആരെയോ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ വിദേശത്തായി കഴിയുമ്പോൾ നാട്ടിലുള്ള അശരണരെ സഹായിക്കണമെന്നുള്ള ചിന്ത ശക്തമാകും. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇണക്കും. ലോകത്തിൽ 2 തരം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ജനങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. ഏറ്റവും എളുപ്പത്തിൽ തരംതിരിക്കാം. നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും. വളരെ എളുപ്പമാണ്. ഞാൻ ചെയ്ത പണിയല്ല, ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ മനുഷ്യരെ 2ആയിട്ട് തരംതിരിക്കാം, നല്ല മനുഷ്യരെന്നും ചീത്ത മനുഷ്യരെന്നും. ഉടൻ തന്നെ അദ്ദേഹം പറയുകയാണ് അത് തെറ്റാണ്. കാരണം നല്ല മനുഷ്യരിൽ പകുതി ചീത്തയാണ്, ചീത്ത മനുഷ്യരിൽ പകുതി നല്ലതാണ്, അല്ലേ? ഞാൻ ഓർക്കുന്നു, രാവിലെ കോളേജിലെ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങി. ATM നിന്ന് എനിക്കിതിൽ പൈസ എടുക്കണം. അപ്പം ആ കുട്ടിക്കാനം ജംഗ്ഷനിൽ ATM ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM ഉണ്ട്. ക്ലാസ് തുടങ്ങി, കുട്ടികളൊക്കെ അകത്ത് കയറി, ഞാൻ പതുക്കെ പുറത്തിറങ്ങി ATMലേക്ക് വരികയാണ്. ഞാൻ കാണുന്നത് ATM കൗണ്ടറിൻ്റെ വാതുക്കൽ ഒരുത്തൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ രാവിലെ 10:30 മണിക്ക് കിടക്കുകയാണ്. രാവിലെ 10:30 മണിക്ക് നമ്മൾ എന്തായിരിക്കും മനസ്സിൽ പറഞ്ഞിട്ടിരിക്കുക? നമുക്കറിയാമല്ലോ എന്തൊക്കെ നമ്മൾ പറയും. ഞാനതെല്ലാം പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. അവനവിടെ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞ് തിരിച്ചു പോയി. വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ATM കണ്ടു. ATMന് മുമ്പ് കൂടാണ് പോകേണ്ടത്. അവിടെ ഈ കള്ളുകൂടി ഇരിപ്പുണ്ട്. രാവിലെ കിടക്കുകയായിരുന്നു, ഇപ്പോൾ അവൻ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ അവൻ ആഹാരം കഴിക്കുക. അവൻ്റെ അടുത്ത് 2 പട്ടി ഇരിപ്പുണ്ട്. എങ്ങനെയോ വന്നു, 2 പട്ടിയാണ്, തെരുവ് പട്ടിയാണ്. ഇവൻ ചെയ്യുന്നത്, ഇവൻ എടുത്ത് ആഹാരം കഴിക്കും, എന്നിട്ട് ഇച്ചിരി ഒരു പട്ടിക്ക് കൊടുക്കും, പിന്നെ എടുക്കും, പിന്നെ അടുത്ത പട്ടിക്ക് കൊടുക്കും, ഇവനും കഴിക്കും. ചീത്തവരിൽ പകുതി നല്ലവരാണ്, അല്ലേ? ഏത് മനുഷ്യരൊരു നന്മ, അതാണ് ഈ ചിന്തകൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. നല്ല മനുഷ്യരിൽ പകുതി ചീത്തയാണ്, ചീത്തവരിൽ പകുതി നല്ലവരാണ്. അതുകൊണ്ട് ആ കാറ്റഗറൈസേഷനും തെറ്റാണ്. പിന്നെന്താണ് ശരിയായ കാറ്റഗറി? അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ആയിരിക്കണം: മറ്റുള്ളവരെ ചാരി നിൽക്കുന്നവരും മറ്റുള്ളവരെ കോരിയെടുക്കുന്നവരും. അധികാരമുള്ള ആൾക്കാരെ നമ്മൾ ചാരി നിൽക്കും, സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ചാരി നിൽക്കും. എൻ്റെ ആളാ,
ആ ആളിൻ്റെ ആളാണ് ഞാൻ, ചാരി നിൽക്കും. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അവരെപ്പോഴും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, സമ്പത്തുള്ളവരോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു മറ്റൊരു കാറ്റഗറി ഇതാണ്, വിഭാഗം ഇതാണ്, മറ്റുള്ളവരെ താഴെ വീണ ആൾക്കാരെ കോരിയെടുക്കുന്നവർ. അങ്ങനെ സമൂഹത്തിൽ വീണുപോയ അനേകരെ കോരിയെടുക്കുവാനുള്ള സംരംഭങ്ങൾ പ്രവാസികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ഓർമ്മിക്കുന്നത് കുവൈറ്റിലെ ഓർത്തഡോക്സ് സഭയുമായി എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഞാൻ ഏതാണ്ട് 10-12 പ്രാവശ്യം ഞാൻ കുവൈറ്റിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഓർത്തഡോക്സിൻ്റെ പള്ളികളിൽ പോവുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നു. അതിനൊക്കെ കാരണക്കാരൻ കുവൈറ്റിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്ന കുര്യൻ വർഗീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, കുവൈറ്റുകാർക്ക് അറിയാം അദ്ദേഹത്തെ. കുര്യൻ വർഗീസ്, അദ്ദേഹം നിരണംകാരനാണ്. കുര്യൻ വർഗീസ് അദ്ദേഹം ദീർഘകാലം കുവൈറ്റ് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹം SB കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ ബന്ധത്തിലാണ് അദ്ദേഹം എന്നെ അവിടെ എല്ലാം കൊണ്ടുപോയിരുന്നത്. പല പള്ളികളിലും, അഹമ്മദി പള്ളി അടക്കമുള്ള പള്ളികളിലൊക്കെ പോയി പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരും കൂടെ ചേർന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് IOMF എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക്, കിഡ്നി പേഷ്യൻസിന്, ക്യാൻസർ പേഷ്യൻസിന്, വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക് സഹായം കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ്. ഞാനൊക്കെ എത്ര ആൾക്കാർക്കാണെന്നറിയാമോ സഹായം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്? 100 കണക്കിന് ആൾക്കാർക്ക്. ഏത് ക്രൈസ്തവനായാലും കുഴപ്പമില്ല, ഏത് ജാതിയാണെങ്കിലും കുഴപ്പമില്ല. മറ്റ് ജാതിക്കാരാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ കത്ത് വേണം, ക്രൈസ്തവനാണെങ്കിൽ ഇടവക വികാരിയുടെ കത്ത് വേണം, എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും വേണം. അയച്ചു കൊടുത്താൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരും. സാധാരണക്കാരെ, നിർധനരെ സഹായിക്കുവാൻ മനസ്സുള്ളവരായിരുന്നു ആ പ്രവാസികൾ. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ പ്രവാസ ജീവിതം കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് അക്കമിട്ട് നിരത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. അതിൻ്റേതായ ദൂഷ്യഫലങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഇന്ന് അതിനെപ്പറ്റി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപോട്ടുള്ള വഴി, അതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് നമ്മുടെ മുൻപോട്ടുള്ള വഴി? പ്രവാസികളുടെ മുൻപോട്ടുള്ള വഴി എന്താണ് എന്ന് സൂചിപ്പിക്കട്ടെ. 1, ഭോഷനായ ധനികനാകാതിരിക്കുക. ഭോഷനായ ധനികനാകാതിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കിയാണ് ഞാനിത് പറയുന്നത്. ഭോഷനായ ധനികൻ ആകാതിരിക്കുക. സമ്പത്തേറി വരുമ്പോൾ എനിക്കും എൻ്റെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ധാരണയിൽ സമ്പത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഭോഷനായ ധനികൻ. എൻ്റെ സമ്പത്ത് എല്ലാ കാലത്തും നിലനിൽക്കും, ഇതെനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടത് മാത്രമാണ് എന്ന് ധരിക്കുന്നവൻ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭോഷനായ ധനികനാണ്. പിന്നെ ആരാണ് ഭോഷനല്ലാത്ത ധനികൻ? ദൈവസന്നിധിയിൽ സമ്പന്നനാകുന്നവനാണ് ഭോഷനല്ലാത്ത ധനികൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ സമ്പന്നനാകുക എന്നാണ്. ദൈവസന്നിധിയിൽ എങ്ങനെയാണ് സമ്പന്നനാകാൻ സാധിക്കുക? ദൈവസന്നിധിയിൽ സമ്പന്നനാകണമെങ്കിൽ ദൈവമക്കളെ സ്നേഹിച്ച് പരിപാലിച്ച് ജീവിക്കണം. ദൈവമക്കളെ കരുതാത്തവന്, ദൈവമക്കളെ സ്നേഹിക്കാത്തവന്, ദൈവമക്കളെ ചേർത്ത് പിടിക്കാത്തവന് ഒരിക്കലും ദൈവസന്നിധിയിൽ സമ്പന്നനാകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭോഷനായ ധനികനാകാതിരിക്കുക. അനേക വർഷത്തേക്കുള്ള എനിക്ക് സമ്പാദ്യം എനിക്കുണ്ട്, നീ അതുകൊണ്ട് ആനന്ദിക്കുക എന്ന് നമ്മോട് പറയുന്നവനല്ല. ചുറ്റുപാടും ധാരാളം ദൈവമക്കളുണ്ട്, അവരുടെ കണ്ണീരൊപ്പുവാൻ ഇറങ്ങിച്ചെല്ലുന്നവനാണ് വിവേകശാലിയായ ധനികൻ എന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ ഓർത്തു പോകുന്ന ഒരു കാര്യം, എൻ്റെ ഒരു കസിൻ ചെയ്ത ഒരു സമ്പാദ്യത്തെക്കുറിച്ച്, നിക്ഷേപത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് ഗൾഫുകാരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ബാംഗ്ലൂരിലും ഊട്ടിയിലുമൊക്കെ സ്ഥലം വാങ്ങുക, എന്നിട്ട് അവിടെ വീട് വെക്കുക. അവൻ നാട്ടിൽ തന്നെ ജാമ്യത്തിലാണ് വരുന്നത് വല്ലപ്പോഴും. അപ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ സ്ഥലം മേടിച്ച്, ഊട്ടിയിൽ സ്ഥലം മേടിച്ച്, കൊടൈക്കനാലിൽ സ്ഥലം മേടിച്ച് വീട് വയ്ക്കുന്നത്.
എൻ്റെ കസിൻ അക്കാലത്ത് ധാരാളം പണം ഉണ്ടാക്കി. അവൻ അതുകൊണ്ട് ബാംഗ്ലൂരിൽ സ്ഥലം വാങ്ങി, 15 സെൻറ്റ് സ്ഥലം വാങ്ങി. അവിടെ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹത്താൽ സ്ഥലം അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. 3-4 വർഷത്തേക്ക് എൻ്റെ കക്ഷിക്ക് അങ്ങോട്ട് പോകാനേ പറ്റിയില്ല. കാരണം അവധിക്ക് വരുന്ന ഓടി വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, തിരിച്ചു പോകുന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു. ഈ സ്ഥലം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നല്ലൊരു വീടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത്. നോക്കിയപ്പോൾ ഒരു ബാംഗ്ലൂരെ ഗുണ്ട വീട് വെച്ച് സുഖമായി ഇവൻ്റെ സ്ഥലത്ത് താമസിക്കുകയാണ്. ഇവൻ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ജീവൻ വേണേ വിട്ടു പോക്കോളാൻ പറഞ്ഞു. അവൻ അന്ന് പോകുന്നതാണ്, പിന്നെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശ്രദ്ധയില്ലാത്ത നിക്ഷേപങ്ങളെക്കുറിച്ചാണ്. ശ്രദ്ധയില്ലാത്ത, വിവേകമില്ലാത്ത നിക്ഷേപങ്ങൾ. ഇവിടെ നിങ്ങൾ അറിഞ്ഞൊന്നറിയാൻ പാടില്ല, ഞങ്ങളുടെ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു. തൃശ്ശൂർ രൂപതയിൽ ഭദ്രാസിൽപ്പെട്ട അച്ഛൻ ആത്മഹത്യ ചെയ്തു. പുറത്താരോടും പറയണ്ട, റമ്മി കളിച്ച് കാശ് പോയതാ. ഓൺലൈൻ ചീട്ട് കളിക്കാൻ അച്ഛൻ പോയതല്ല, ഓൺലൈൻ റമ്മി കളിച്ച് പള്ളിയുടെ പണം കൂടി എടുത്ത് കളിച്ചു. അവസാനം കൊടുക്കാൻ കടം വാങ്ങി കളിച്ചു. നിങ്ങൾ മൊബൈലും തുറന്നു നോക്കി. കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ്, എൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ ഒരല്പം പണത്തോട് ചായ്വുള്ളവനാണെങ്കിൽ 20,000 വന്നല്ലോ, ബാക്കിയുടെ വരുത്താം. ഞാൻ സൂചിപ്പിക്കുന്നതാണ്, അങ്ങനെയുള്ള ചതിക്കുഴികൾ ചുറ്റുപാടും ധാരാളമുള്ള ഒരവസരത്തിൽ വിവേകത്തോടെ ധനം സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കണം, ധനം സൂക്ഷിക്കുവാൻ സാധിക്കണം. എല്ലാ ധനവും എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്, അവരാണ് ഇത് അനുഭവിക്കേണ്ടത് എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്. ഞാനൊരു ദിവസം രാവിലെ നടക്കാൻ പോയപ്പോൾ, പതിവ് നടത്തത്തിന് ഇറങ്ങിയപ്പോൾ എതിരെ ഒരാൾ വരുന്നു, പരിചയമില്ലാത്ത ഒരാൾ വരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, എന്നെ വിഷ് ചെയ്തു. പ്രായമുള്ള ആളാണ്, ഞാനും അദ്ദേഹത്തെ വിഷ് ചെയ്തു. അപ്പം അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, അന്നമ്മയുടെ മകനാണോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മയുടെ പേര് അന്നമ്മ എന്നാണ്. ഞാൻ പറഞ്ഞു അതെ. മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി, അന്നമ്മ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു അമ്മച്ചി മരിച്ചുപോയി. ആണോ? ആരാണ്ട് പറഞ്ഞായിരുന്നു എന്നോട്. ഞാനിവിടെ ഇല്ല. ഞാൻ എവിടെയാ? ഞാൻ പണ്ട് തന്നെ പെരിന്തൽമണ്ണയ്ക്ക് കുടിയേറിപ്പോയതാണ്. മലബാർ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി ഒരു ഹൈന്ദവനാണ് അദ്ദേഹം. പെരിന്തൽമണ്ണയ്ക്ക് കുടിയേറി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ഞാൻ പെരിന്തൽമണ്ണയിൽ ചെല്ലുമ്പം പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് പട്ടിക്കാടാണ്. ഞാൻ അന്നുണ്ടായിരുന്ന പൈസ കൊണ്ട് 1 ഏക്കർ സ്ഥലം വാങ്ങി. ഇവിടുത്തെ സ്ഥലം, നാട്ടിലെ സ്ഥലം വിറ്റിട്ടാണ് പോയത്. 1 ഏക്കർ സ്ഥലം വാങ്ങി. ഭാര്യയുടെ വീതം വിറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലോണും ഒക്കെ എടുത്ത് ഞാൻ അവിടെ ഒരു 2-3 ഏക്കർ സ്ഥലം കൂടെ വാങ്ങി, റബ്ബർ വെച്ചു. ഇന്ന് സാറിനറിയാവോ, പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഏറ്റവും അധികം വികസനമുണ്ടായിട്ടുള്ള മലബാറിലെ ഒരു സ്ഥലമാണ്, ഒരു നഗരമാണത്. മെട്രോ സിറ്റി പോലെയാണ് പെരിന്തൽമണ്ണ. എല്ലാ സമ്പന്നന്മാരാണ്. ഇന്ന് എൻ്റെ 4 ഏക്കർ സ്ഥലത്തിന് ഏറ്റവും കുറഞ്ഞത് 15 കോടി രൂപ കിട്ടും. 15 കോടി രൂപ ഇന്ന് കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ റബ്ബർ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞല്ലോ. 2 മക്കളാണ്, 2 പേരും ടെക്കികളാണ്. ഒരാൾ ബാംഗ്ലൂരിലും ഒരാൾ മദ്രാസിലും. കഴിഞ്ഞ ഓണത്തിന് ഉമ്മ 2 പേരും വന്നു. വന്നപ്പോൾ ഞാൻ റബ്ബറിന് വളമിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഉച്ചവരെ ആയപ്പോൾ എനിക്ക് മടുത്തു. പ്രായമായല്ലോ, എനിക്ക് മടുത്തു. അപ്പം ഞാൻ മൂത്തവനോട് പറഞ്ഞു, എടാ താഴെ റബ്ബറിന് വളമിടുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം അവരെന്നോട് പറയുക, മേടിച്ചിട്ടപ്പോൾ ഓർക്കണമായിരുന്നു, ഈ സ്ഥലം മേടിച്ചിട്ടപ്പോൾ ഓർക്കണമായിരുന്നു, വളമിടണമെന്ന് നോക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് മക്കൾ വളവിടും എന്ന് കരുതി സ്ഥലം വാങ്ങരുത്. മക്കൾ നോക്കുമെന്ന് കരുതി ഇത്തരം നിക്ഷേപങ്ങൾ നടത്തരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തെ ആധാരമാക്കി ഞാൻ പറയട്ടെ, ഭോഷനായ ധനികനാകാതിരിക്കുക, ധനം വിവേകപൂർവം ചിലവഴിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. മറ്റൊന്നുമില്ല എങ്കിലും ശരി, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ലൂക്കായുടെ സുവിശേഷം വീണ്ടും 12-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം മുതലുള്ള ചിന്തകളാണ് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവപരിപാലന ആശ്രയിക്കുക. ഒരു ക്രൈസ്തവൻ എന്തു ഭക്ഷിക്കും, എന്ത് ധരിക്കും എന്നതിനെപ്പറ്റി ആകുലപ്പെടേണ്ട കാര്യമില്ല. അവൻ ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ, അവൻ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത് എങ്കിൽ,
അവൻ ആരാധനയിൽ സജീവമായി പങ്കെടുക്കുന്നവനാണ് എങ്കിൽ, അവൻ്റെ ഭവനത്തിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയുണ്ട് എങ്കിൽ, അവൻ്റെ കുടുംബത്തിൽ നിന്ന് വചന വായന ഉയരുന്നുണ്ട് എങ്കിൽ, അവൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ഒരു കരുതലുണ്ടാവും. ഒരു സംശയവും വേണ്ട, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞത്. ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്. 12-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത് വാക്യം, ആദ്യം അവൻ്റെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോട് ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. ആദ്യം നാം അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യമാണ്, ബാക്കിയെല്ലാം ദൈവം നമുക്ക് ക്രമീകരിച്ച് തന്നുകൊള്ളും എന്നുള്ള വലിയ ഒരു ചിന്തയാണ്. നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ 137-ാം സങ്കീർത്തനം ഒരു സങ്കടത്തോടെ, നൊമ്പരത്തോടെ വായിക്കുന്നൊരു സങ്കീർത്തനമാണ്. അത് പ്രവാസികളുടെ വിലാപഗീതമാണ്. പ്രവാസ ജീവിതം നയിച്ച അവരുടെ സങ്കടമാണ് അതിൽ പറയുന്നത്. അബ്ബായുടെ പ്രശസ്തമായ പാട്ടും അതിനെ ആശ്രയിച്ചാണല്ലോ ഉള്ളത്. അതിലെ ഒരു വാക്യം, 137-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത് വാക്യം പ്രവാസികളുടെ സങ്കടമാണ്. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അവൻ്റെ സങ്കടമാണ്. യഹോവയെ സ്തുതിക്കുവാൻ അനുവാദമില്ലാത്തത് മൂലം, ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ അനുവാദമില്ലാത്തത് മൂലം, ആരാധനയിൽ പങ്കെടുക്കുവാൻ അനുവാദമില്ലാത്തത് മൂലം, ഉറക്കെ പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ലാത്തത് മൂലം, അവൻ്റെ ദൈവത്തിന് അവിടെ സ്വീകാര്യതയില്ലാത്തത് മൂലം അവൻ അനുഭവിക്കുന്ന വേദന മനോഹരമായി സങ്കീർത്തകൻ വരച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഈ എരിവാണ് നമ്മളെ നയിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കട്ടെ. ആ സങ്കടമാണ് നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത്. ഒരു ക്രൈസ്തവൻ 3 കാര്യങ്ങൾ എരിവുള്ളവനായിരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, വചനവായനയുടെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ. ഞാനതിനെപ്പറ്റി ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, വചനവായനയുടെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അനുഭവം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. കത്തോലിക്കയായിരുന്നുവെങ്കിലും അമ്മ ജോലി ചെയ്തിരുന്നത് കുറിച്ചി ജ്ഞാനായ യാക്കോബായക്കാരുടെ സ്കൂളിലായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കത്തോലിക്കർക്ക് ബൈബിളില്ല. പക്ഷേ അമ്മയുടെ കൂട്ടുകാരികൾക്കെല്ലാം ബൈബിളുണ്ട്. അവരെല്ലാം യാക്കോബായ സഭയിൽപ്പെട്ടവരാണ്, അവർക്ക് ബൈബിളുണ്ട്. ആ ബൈബിൾ ഒരെണ്ണം ഞങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പം ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ബൈബിൾ എത്തി. കത്തോലിക്ക ബൈബിൾ എത്തുന്നതിന് മുൻപ് ഈ ബൈബിൾ എത്തി, സത്യവേദ പുസ്തകം എത്തി. ബൈബിൾ എത്തിക്കഴിഞ്ഞപ്പോൾ നിർബന്ധമാണത് വായിക്കണം. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ദേഷ്യമാണ്, ഇതൊക്കെ വായിക്കണം, തപ്പിയെടുക്കണം, വലിയ പാടാണ്, എല്ലാ ദിവസവും വായിക്കണം. നമുക്കിഷ്ടമില്ല, ചെറുപ്രായത്തിലൊന്നും താല്പര്യമുള്ള കാര്യങ്ങളല്ല. പക്ഷെ അമ്മയ്ക്ക് നിർബന്ധം, വായിച്ചേ പറ്റൂ. യഥാർത്ഥത്തിൽ അന്നാണ് ഞാൻ ശരിക്കും ബൈബിളിനെക്കുറിച്ച് ഗവേഷണം നടത്തിയത്, ഇപ്പോഴല്ല. പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലായിരുന്നു എൻ്റെ ഗവേഷണം മുഴുവൻ. ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാ, പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന സങ്കീർത്തനം, ഇതൊക്കെ അന്ന് ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായി കണ്ടെത്തിയതാണ്. കാലം കുറേ അങ്ങനെ വായിച്ചൊക്കെ പോയി കഴിഞ്ഞ് അവസാനം ഞാൻ പഠിക്കാനൊക്കെ പുറത്ത് പോകുന്ന അവസരത്തിലൊക്കെ ജോലി കിട്ടിയോ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മറ്റൊരു നിർബന്ധം തുടങ്ങി. ഒരു കാര്യമില്ല, നിർബന്ധമാണ്, എവിടെ പോയാലും ബൈബിൾ കൊണ്ടുപോകണം, നിർബന്ധമാണ്. ഇന്നിപ്പോൾ നമ്മളെവിടെയെങ്കിലും യാത്രയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യ മുറ്റത്ത് നമ്മൾ സിറ്റൗട്ട് നിൽക്കുകയാണ്, ഭാര്യ വന്ന് ചോദിക്കും എടുത്തോ എന്ന് ചോദിക്കും. എന്തെടുത്തോന്നാ? മൊബൈൽ എടുത്തോന്നാ, അല്ലാതെ അല്ലേ, മൊബൈൽ എടുത്തോന്നാ. അപ്പോൾ നമ്മൾ പറയും എടുത്തു എന്ന് ചോദിക്കും. എടുത്തോ, പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം എന്നാ? ചാർജർ എടുത്തോന്നാ, അല്ലാതെ ബൈബിൾ എടുത്തോന്നാ. അമ്മച്ചി പറഞ്ഞു ബൈബിള്, ആരിപ്പോൾ അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ ചോദിക്കും ബൈബിൾ എടുത്തോന്ന് ചോദിക്കും. നിർബന്ധമാണ്, ബൈബിൾ കൊണ്ടുപോയിരിക്കണം. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയട്ടെ, കുമ്പസാരം പോലെ പറയട്ടെ, ഈ ബൈബിൾ കൊണ്ടുപോയതല്ലാതെ തുറന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല. ആ പ്രായം അങ്ങനെയാണ്, അതൊന്നും തുറന്നു നോക്കത്തില്ലേ, കൊണ്ടുപോകും. പക്ഷെ അമ്മയുടെ ആശ്വാസം വചനത്തിൻ്റെ സാമീപ്യവും സംരക്ഷണവും എൻ്റെ മകന് ഉണ്ടാകണമെന്നാണ്. വചനത്തിൻ്റെ സാമീപ്യം, സംരക്ഷണം, ഈ സംരക്ഷണ അനുഭവത്തിലേക്ക് മക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ സമ്പന്നനാകുന്നത്. അതാണ് രണ്ടാമത്തെ ചിന്ത. നമ്മൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു, എരിവുള്ളവനായിരിക്കുക എന്ന് സൂചിപ്പിച്ചു.
നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങളുടെ ഇടവകയുമായി ബന്ധം സൂക്ഷിക്കണം. നിങ്ങളങ്ങനെ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറയണം. കാരണം ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ നമ്മൾ എവിടെ പോയി കിടക്കണ്ടേ? ആലോചിച്ച് നോക്കി, എവിടെ പോയി കിടക്കണ്ടേ? പള്ളിയിൽ പോയി കിടക്കണം, അല്ലേ? സെമിത്തേരിയിൽ പോയി കിടക്കണം. വീട്ടിൽ ജീവിച്ചത് 70 വർഷമായിരിക്കാം, 80 വർഷമായിരിക്കാം. അവിടെ എത്ര കാലം കിടക്കണം? അന്ത്യവിധിയുടെ സമയം വരെ കിടക്കണം, അല്ലേ? അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ അവിടെ കിടക്കാൻ പറ്റണം. വികാരിയച്ഛനിട്ട് പണി കൊടുത്ത് വികാരിയച്ഛനെ മാറ്റാൻ ശ്രമിച്ച് അയാളെ ഒതുക്കി ഞാൻ അയാളെ ഓടിച്ചു. എന്തിന്? നമ്മുടെ ശവോടക്ക് നടത്തുമല്ലോ. ഉച്ച കഴിഞ്ഞ് 2:30 ശവോടക്കാണ്. മക്കൾ 3 പേര് അമേരിക്കയില്ല. മൂത്തവൻ പറഞ്ഞു ലീവ് കിട്ടത്തില്ല, വരത്തില്ല. ഇളയവൻ പറഞ്ഞു നടക്കത്തില്ല, എനിക്ക് ജോലിയുടെ തിരക്കാണ്, ഒരു രക്ഷയില്ല. ഒരുത്തൻ വരാമെന്ന് സമ്മതിച്ചു. അവൻ 2:30 ആകുമ്പോഴേക്കും വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മണി നോക്കിയിരിക്കുകയാണ്, അവൻ വന്നില്ല. 2:30 ആയി. അപ്പോൾ ആൾക്കാർ പറയും അവൻ പള്ളിയിലോട്ട് വന്നോളൂ എന്ന് പറയും. ഓക്കെ, കഴിഞ്ഞു. പക്ഷെ 2:30 ആയിട്ടും ഒരാൾ വന്നില്ലെങ്കിൽ നമ്മളൊന്ന് ആശങ്കപ്പെടാൻ തുടങ്ങും. ആരാ? അച്ഛൻ, വികാരി അച്ഛൻ, അല്ലേ? മകൻ വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അവൻ പള്ളി വന്ന് കണ്ടോളും. പക്ഷെ വികാരി അച്ഛൻ വന്നില്ലെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പാവം പിടിച്ച മനുഷ്യർ ആർക്കും വേണ്ടാത്ത ഈ ശവം എടുത്ത് കൊണ്ടുപോവുക. ഇത് കൊണ്ടുപോയി ഏറ്റവും ഭക്തിയോടെ എന്തെല്ലാം മനോഹരമായ പ്രാർത്ഥന ചൊല്ലി. ഇന്ന് തിരുമേനി പറഞ്ഞു കേട്ടില്ലേ, എന്ത് മനോഹരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലി അവിടെ അടക്കിയിട്ട് ഞങ്ങളുടെ രീതി അനുസരിച്ചാണ് അതിന് കാവൽ കിടക്കുന്നത് ആരാ? ഈ പാവം പിടിച്ച അച്ഛൻ. നമ്മൾ അയാളോടാണ് ഗുസ്തിക്ക് പോകുന്നത്, അയാളോടാണ് പിടിക്കാൻ പോകുന്നത്, അയാളെയാണ് ഒതുക്കാൻ പോകുന്നത്. എന്തിന്? നമ്മൾ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കിടക്കേണ്ട സ്ഥലമാണ് നമ്മുടെ സെമിത്തേരികൾ. നമുക്ക് നമ്മുടെ ഇടവകയുമായിട്ടുള്ള ബന്ധം സജീവമാണെന്നുണ്ടെങ്കിൽ സംതൃപ്തിയോടെ നമുക്ക് അവിടെ കണ്ണടച്ച് സുഖമായി കിടക്കാം. അന്ത്യനാളിൽ ദൈവം എന്നെ ഉയർപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ. അതുകൊണ്ട് എരിവുള്ള ദൈവപരിപാലനം ആശ്രയിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അവസാനമായി 3-ാമതായി നവ ശമരിയാക്കാരനാവുക. നവ എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന അർത്ഥം. ന്യൂ, നല്ല ശമരിയാക്കാരനാകുക, പുതിയ ശമരിയാക്കാരനാവുക. ഞാൻ അതിലേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ ശമരിയാക്കാരൻ്റെ ഈ ഭാഗം ഞാൻ വളരെ ശ്രദ്ധ ചെലുത്തി വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ വായിച്ചു കാണും. ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടെ എന്തെല്ലാം അതിനകത്തുനിന്ന് പഠിക്കാനുണ്ട്, ഈ കഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് എന്തെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പറയും 4 കാര്യങ്ങളാണ് പ്രത്യേകമായി ഈ ശമരിയ സംഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. 1, നമുക്ക് എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതിലാണ് നമ്മൾ പഠനം വരുന്നത്. എന്താണ് ഈ ശമരിയക്കാരൻ ചെയ്തത്? അദ്ദേഹം 1-ാമതായി ചെയ്തത് ആശ്വാസം നൽകി എന്നുള്ളതാണ്. ആശ്വാസം നൽകി. എണ്ണയും വീഞ്ഞും കൊണ്ട് മുറിവ് വെച്ച് കെട്ടി. എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ പാമോയിലൊന്നും അന്നാരും ധരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ധാരണ ഒലിവ് ഓയിൽ ആയിരിക്കണം എന്നാണ് എൻ്റെ ധാരണ. ആയിരിക്കും, അവിടെ നാട്ടിലൊക്കെ ഒലിവ് ഓയിലാണ്. വലിയ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. വീഞ്ഞ് സ്പിരിറ്റാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ ആശ്വാസം നൽകുകയാണ് ഈ മനുഷ്യൻ. ആശ്വാസം നൽകി. നമ്മൾ ശമരിയാക്കാരനാകുക എന്ന് പറയുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളതാണ്. അവരുടെ മുറിവിൽ എണ്ണയും വീഞ്ഞും തേക്കുക എന്നുള്ളതാണ്. ഒരുവൻ ഭക്തനാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവൻ്റെ പ്രാർത്ഥനയിലൂടെയല്ല, അവൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. പണ്ടൊരു ഉപദേശിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപദേശി പറയുകയാണ്, കരുണ പറ്റിപ്പോയിരിക്കുന്നു, ദയ കുറഞ്ഞു പോയിരിക്കുന്നു. എന്തിനു പറയണം? കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കവലയിൽ ഒരു ആൾക്കൂട്ടം. ഞാൻ ഈ ആൾക്കൂട്ടം കണ്ട് വണ്ടി നിർത്തി നോക്കുമ്പോൾ എന്താണ്? ഒരു ആക്സിഡൻ്റാണ്, ഒരു ബൈക്ക് ആക്സിഡൻ്റാണ്. തല പൊട്ടി, കൈ ഒടിഞ്ഞ്, കാലൊടിഞ്ഞ്, രക്തത്തിൽ വാർന്നൊരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുന്നു. ചുറ്റും ആൾ കൂടി നിൽക്കുകയാണ്. പലരും മൊബൈൽ ഫോട്ടോ എടുക്കുന്നു. എന്തിനു പറയണം? ഞാൻ ഊണ് കഴിഞ്ഞ് തിരികെ വരുമ്പോഴും അയാൾ അതുപോലെ അവിടെ കിടക്കുക. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാ? ഞാനല്ല, വേറെ ആരെങ്കിലും ചെയ്യേണ്ടതാണ്.
ഭക്തിയുടെ അളവുകോൽ കാരുണ്യമാണ്. ഭക്തിയുടെ അളവുകോൽ കാരുണ്യമാണ്. അതാണ് ആശ്വാസം നൽകലാണ്. അതാണ് അദ്ദേഹം ചെയ്തത്, ആശ്വാസം നൽകി. 2, അധ്വാനിച്ചു. നമ്മൾ അധ്വാനിക്കണം ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും. അദ്ദേഹം എന്ത് ചെയ്തു? വാഹനത്തിൽ അത് തൻ്റെ തന്നെ കഴുതയുടെ പുറത്ത് കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ട് എത്തിക്കുകയാണ്. ചുറ്റുപാടും വീണ് കിടക്കുന്നവരെ പരിചരിക്കുവാനും അവരെ അഭയകേന്ദ്രങ്ങളിലാക്കുവാനുമുള്ള അധ്വാനം 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം അയാൾ ചെയ്തത്, അയാളുടെ അധ്വാന ഫലം പങ്കിട്ടു. 3-ാമത്തെ കാര്യം അതാണ്, അധ്വാന ഫലം പങ്കിട്ടു. 2 വെള്ളിക്കാശ് നൽകിയിട്ട് പറഞ്ഞു, ഇനിയും കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം. തൻ്റെ അധ്വാന ഫലം പങ്കിടുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, എനിക്കുള്ളത് എനിക്ക് മാത്രമുള്ളത് എന്നുള്ള ചിന്തയല്ല. എനിക്കുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് കൂടിയുള്ളതാണ്, എൻ്റെ അയൽക്കാരന് കൂടിയുള്ളതാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം. 4-ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആഹ്വാനം ആ ഭാഗത്ത് ലഭിക്കുകയാണ്, നീയും പോയി ഇതുപോലെ ചെയ്യുക. അതാണ് ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ ആശ്വാസം അവിടെയുണ്ട്, അധ്വാനമുണ്ട്. അധ്വാന ഫലം പങ്കിടേണ്ട മനോഭാവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവസാനമായി ആഹ്വാനവും ലഭിക്കുകയാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. ഓരോ ക്രൈസ്തവനും ചെവി തുറന്ന് കേൾക്കേണ്ട ആഹ്വാനമാണിത്. നീയും പോയി, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നീയും അതുപോലെ ചെയ്യുക. നീ ഏത് രാജ്യത്താണെങ്കിലും ശരി, നീ ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും ശരി, ഏതവസ്ഥയിലാണെങ്കിലും ശരി, നീയും പോയി അതുപോലെ ചെയ്യുക എന്നുള്ള വലിയ ആഹ്വാനവും ഈ ശമരിയാക്കാരൻ്റെ സംഭവത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ശമരിയാക്കാരൻ്റെ ഈ സംഭവം പറഞ്ഞപ്പോൾ പണ്ട് ഞങ്ങളുടെ ഒരു പള്ളിയിൽ നടന്നൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു രസത്തിന് വേണ്ടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു പള്ളിയിൽ നടന്നു പറയപ്പെടുന്നതാണ്. ബിഷപ്പിൻ്റെ ഇടവക സന്ദർശനം നടക്കുകയാണ്. ബിഷപ്പ് സൺഡേ സ്കൂൾ ക്ലാസ്സിലുമൊക്കെ പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ബിഷപ്പ് വന്നു, സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പോകണം. അപ്പം അച്ഛൻ ചോദിച്ചു, വേണോ എന്ന് ചോദിച്ചു. വേണോ, നിർബന്ധമാണോ തിരുമേനിക്ക് സൺഡേ സ്കൂളിൽ പോകണോ, പിള്ളേരെ കാണണോ? കാണാം. അച്ഛൻ മനസ്സിൽ ദൈവമേ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് അറിയില്ല. ഏതായാലും തിരുമേനി ക്ലാസ്സിൽ ചെന്നു. പിള്ളേരെയൊക്കെ കണ്ടു ചിരിച്ചു, എല്ലാവരും അനുഗ്രഹിച്ചു, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ആശ്വസിച്ചു, രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാ ക്ലാസ്സിലും. അടുത്ത ക്ലാസ്സിലും ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ചോദ്യം ചോദിക്കാൻ പോവാം. അച്ഛനാകപ്പെടെ അവലാതിയായി, ദൈവമേ ഇത് എന്ത് പറ്റും, എങ്ങനെ അവസാനിക്കും? അദ്ദേഹം പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്, ദൈവമേ പിള്ളേർക്ക് അറിയാവുന്ന എന്തെങ്കിലും ചോദ്യം ചോദിക്കണേ. അപ്പോൾ തിരുമേനി വളരെ സിമ്പിളായ ചോദ്യം ചോദിച്ചു, ബൈബിളിലെ ഏതെങ്കിലും ഒരു സംഭവം പറയാൻ പറഞ്ഞു. അതെല്ലാവർക്കും അറിയാമല്ലോ, ഏതെങ്കിലും ഒരു സംഭവം പറയാൻ ആർക്കും അറിയാം. ആദ്യം ആരും അനങ്ങിയില്ല. ഒരു പയ്യൻ ഞാൻ പറയാമെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ചാടി എഴുന്നേറ്റു. ദൈവം പറഞ്ഞു, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അച്ഛൻ കുരിശു വരച്ച് രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവർക്കും, ലോകം മുഴുവനുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇനിയുള്ള കാര്യം. പോകുന്ന വഴിക്ക് കള്ളന്മാർ അവനെ പിടികൂടി, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞ് മാറ്റി. രക്ഷപ്പെട്ടു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് പൊക്കോളുമല്ലോ. എന്നിട്ട് അവനെ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി. എന്നിട്ട് അത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് വഴിയരികിൽ വീണു. ശേഷിച്ചവ 12 കൊട്ട മിച്ചം എടുത്തു. അവസാനം പറഞ്ഞു, കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, ശമരിയാക്കാരൻ്റെ സംഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്തു പോയതാണ്. അങ്ങനെയും ഒക്കെ വചനം വായിക്കുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശമരിയാക്കാരനാകുക എന്നുള്ള ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോകണം. അവസാനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് അസ്വസ്ഥരായി മടങ്ങിപ്പോകണമെന്നാണ്. സമാധാനത്തോടെ മടങ്ങിപ്പോകരുത് ഇവിടെ നിന്ന്. ആത്മീയമായ അസ്വസ്ഥതയെക്കുറിച്ച് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഭൗതികമായ അസ്വസ്ഥതയെക്കുറിച്ചല്ല. 116 സങ്കീർത്തനം 12 വാക്യം, ആ വാക്യമാണ് നമ്മളെ അസ്വസ്ഥരാക്കേണ്ടത്. ഇപ്രകാരമാണത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? എന്നേക്കാൾ എത്രയോ സമർത്ഥർക്ക് എനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ ലഭിക്കാതെ പോയി. എന്നേക്കാൾ എത്ര മിടുക്കർക്ക് എൻ്റെ ഈ സൗകര്യങ്ങൾ ലഭിച്ചില്ല, അവസരങ്ങൾ ലഭിച്ചില്ല. പക്ഷേ എനിക്ക് എൻ്റെ ദൈവം, വലിയവനായ ദൈവം ഇതെല്ലാം തന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് പറയേണ്ടത്, നമ്മോട് തന്നെ പറയേണ്ട കാര്യം ഇതാണ്, ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ
ദൈവത്തിൽ നേറ്റുവാങ്ങിയ ഉപകാരങ്ങൾക്ക് എന്ത് പകരം കൊടുക്കും? നിങ്ങളെ കൂടുതൽ കർമ്മനിരതരാക്കുവാൻ ഈ ചിന്ത സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനയോടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.